നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ മുഖ്യമന്ത്രി പദം നഷ്ടമായ മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് പാർട്ടി വിടുന്നു എന്ന് കൊട്ടിഘോഷിച്ച ഗോദി മാധ്യമങ്ങളുടെ പ്രചണ്ഡമായ പ്രചാരണത്തെ പൊളിച്ചടുക്കി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. ബി.ജെ.പിയിലേക്ക് മാറുന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹം തള്ളിയ കമൽനാഥ് തന്റെ തട്ടകമായ ചിന്ദ്വാരയിലെ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കവെയാണ് തനിക്കെതിരെ നടന്ന ആസൂത്രിതമായ പ്രചാരണത്തെ തള്ളിക്കളഞ്ഞത്. കോൺഗ്രസ് പ്രവർത്തകരാണ് തനിക്ക് എല്ലാം നൽകിയതെന്നും അവർ പറഞ്ഞാൽ താൻ സ്വയം മാറി നിൽക്കുമെന്നും അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് സ്ഥാനവും വിടാൻ തയ്യാറാണെന്നും കമൽനാഥ് കൂട്ടിച്ചേർത്തു. ഇന്ദിരാഗാന്ധിക്ക് പിറക്കാതെ പോയ മൂന്നാമത്തെ മകൻ എന്ന വിശേഷണമുള്ള കമൽനാഥ് വർഷങ്ങളായി തനിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്നേഹവും വിശ്വാസവും ലഭിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടു. കമൽനാഥിനോട് വിട പറയണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പോകാൻ തയ്യാറാണ്, സ്വയം അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്നായിരുന്നു ചിന്ദ്വാരയിലെ സ്വന്തം പ്രവർത്തകരോട് വൈകാരികമായി മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി സംവദിച്ചത്. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ചിന്ദ്വാര മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാംഗമാണ്. നകുൽ വീണ്ടും ഈ സീറ്റിൽ മത്സരിക്കുമെന്ന് മുതിർന്ന നേതാവ് കമൽനാഥ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചിന്ദ്വാര പിടിക്കാൻ ബി.ജെ.പി കച്ചകെട്ടുന്നുണ്ടെങ്കിലും കോൺഗ്രസുകാർ ഒരു തരത്തിലും പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ചിന്ദ്വാര നിയമസഭാ സീറ്റിൽ നിന്നുള്ള നിയമസഭാംഗമായ കമൽനാഥ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇതിനിടെ വിവാദമായ തന്റെ അയോധ്യ രാമക്ഷേത്ര പരാമർശത്തിൽ വ്യക്തത വരുത്തിയ കമൽനാഥ് ക്ഷേത്രം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും അതിന്റെ നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് ബി.ജെ.പി തട്ടിയെടുക്കുകയാണെന്നും അതിനെയാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും സൂചിപ്പിച്ചു. രാമക്ഷേത്രം ബി.ജെ.പിയുടെ ഉടമസ്ഥതയിലാണോ? അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാനാവില്ല. പൊതുപണം ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രം ഞാൻ ഉൾപ്പെടെ എല്ലാവരുടേതുമാണ്. സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ബി.ജെ.പി അധികാരത്തിലിരിക്കുന്നതിനാൽ അവർ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് മാത്രമേയുള്ളൂ. അക്കാരണം കൊണ്ട് മാത്രം ക്ഷേത്രം അവരുടേതാകുന്നില്ല എന്ന് പറഞ്ഞ കമൽനാഥ് താൻ ശ്രീരാമനെ ആരാധിക്കുകയും ചിന്ദ്വാരയിലെ തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഹനുമാന് സമർപ്പിക്കപ്പെട്ട ഒരു വലിയ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തുവെന്നും പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ മതവിശ്വാസികളാണ്, ഞങ്ങളുടെ സംസ്കാരം അതേപടി നിലനിർത്തുന്നതിന് ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ കമൽനാഥ് നേരത്തെ താൻ ബി.ജെ.പിയിലേക്ക് മാറുമെന്ന ഊഹാപോഹത്തെക്കുറിച്ച് ഇപ്രകാരം പ്രതികരിച്ചു. താൻ ഒരിക്കലും അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല, എല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്നും ബി.ജെ.പിയിലേക്ക് കടക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്നും കമൽനാഥ് ആണയിട്ടു. മധ്യപ്രദേശിലെ മുതിർന്ന പാർട്ടി നേതാക്കളായ ദിഗ്വിജയ് സിംഗ്, ജിതേന്ദ്ര സിംഗ് എന്നിവർ ആവർത്തിച്ച് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടും 77കാരനായ കമൽനാഥിന്റെ ഭാവി നീക്കങ്ങളെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പടച്ചുവിടുകയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ. ബി.ജെ.പിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചോദിച്ച പത്രലേഖകരോട് നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുകയാണ്, മറ്റാരും അങ്ങനെ പറയില്ല, നിങ്ങൾ എന്നിൽ നിന്നും എപ്പോഴെങ്കിലും അത്തരമൊരു നീക്കത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വാർത്തകൾ പുറത്തുവിട്ട ശേഷമാണ് എന്നോട് ചോദിക്കുന്നത്, അത് ശരിയല്ല, നിങ്ങൾ ആ വാർത്തകളെ തള്ളിക്കളയണം എന്ന് കമൽനാഥ് മാധ്യമ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. ഇതോടെ മധ്യപ്രദേശ് കോൺഗ്രസിന് മേൽ ഉരുണ്ടുകൂടിയിരുന്ന അനിശ്ചിതത്വത്തിന്റെ കാർമേഘം താൽക്കാലികമായെങ്കിലും നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും കമൽനാഥ് പാർട്ടി വിടുമെന്ന് മനപ്പായസമുണ്ട് ബി.ജെ.പി. ഇനി മറ്റെന്ത് വഴിയാണ് തേടുക എന്ന് കാത്തിരുന്നു കാണാം.